ഞാനൊരു പെൺകുട്ടിയല്ലേ മാഡം? ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്നേഹം ഒന്നിച്ച് കണ്ടപ്പോ പറ്റിപ്പോയതാ. പക്ഷെ ഒക്കെ വെറും കിനാവാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോ എല്ലാ യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മാറിക്കോളാം മാഡം. അതിനുള്ള സഹനശക്തിയൊക്കെ എന്റെ മനസ്സിനുണ്ട്. കുഞ്ഞുനാള് മുതല് എല്ലാം നിഷേധിക്കപ്പെട്ട കുട്ടിയായിരുന്നതുകൊണ്ട് ജീവിതത്തില് എന്ത് നിഷേധിക്കപ്പെട്ടാലും അത്രയ്ക്ക് സങ്കടമൊന്നും തോന്നില്ല. മാഡം പറഞ്ഞോളൂ, എപ്പോഴാ ഞാൻ പോവണ്ടേ? എപ്പോഴാ ഞാൻ വാക്ക് പാലിക്കണ്ടേ? നവീന്റെ കണ്ടീഷൻ ബെറ്റർ ആവട്ടെ. ഡിസ്ചാർജ് ആവുമ്പോ നവീനോടൊപ്പം കളരിക്കിലേക്ക് തിരികെ എത്തുന്നത് ഗാഥയായിരിക്കും. അതിനിടയില് കൃഷ്ണയ്ക്ക് പോവാം. ശരി മാഡം. മനസ്സ് കൈവിട്ടത് ഞാൻ പറഞ്ഞത് ഗാഥയോട് പറയരുത്. ഗാഥയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. എന്നെ പോലെ അല്ലല്ലോ. ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടിയല്ലേ. ശരി മാഡം. മോളെ, എന്നെ ശപിക്കരുത് നീ. എന്തിന് മാഡം? തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാശ് തന്നു. ഇനിയിപ്പോ ഞാൻ പിരിയേണ്ട സമയമാണ്. എനിക്ക് ഒരു വിഷമവുമില്ല. മാഡം ഫോൺ വെച്ചോളൂ. ഞാനെന്തൊരു മഹാഭാപിയാണ് സിനി. എന്തിന്റെ പേരിലായാലും കൃഷ്ണയെ പോലൊരു പെൺകുട്ടിയെ ഇങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, അറിയാതെ ചില നിമിഷങ്ങളിൽ അവളുടെ മനസ്സ് കൈവിട്ടു പോയിട്ടുണ്ടെന്ന്. അതവൾക്ക് നവീനോടുള്ള സ്നേഹമാണ്. സുമിത്ര കാണിച്ചു തന്നതല്ലേ. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരെയാണ് പിരിക്കേണ്ടത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഗാഥ മാഡത്തെ നവീന്റെ ഒപ്പം അയച്ചാ അത് പ്രശ്നമാവില്ലേ?